ഇന്ന് നമുക്ക് ഹെവി ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 6 സ്ട്രാൻഡ്സിലാണ് എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു ലേസി സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ ചെയിനായിട്ട് നമുക്ക് കൂട്ടാം. എന്നിട്ട് രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമുക്ക് ഇതുപോലെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ലേസിയുടെ ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു സ്റ്റിച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്ക് നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ തയ്ച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് നീറ്റിലെടുക്കാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത ഈ 2 സ്റ്റിച്ചില്ലേ, ഇതിൻ്റെ അടിയിലൂടെ വേണം നമുക്ക് നീറ്റിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചെയിൻ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെയാണ് നമുക്ക് നീറ്റിൽ ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ വരും. എന്നിട്ട് നമുക്ക് ഇവിടെ ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് നീഡിലെടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. എന്നിട്ട് ഈ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റിച്ചിൻ്റെ അടിയിലൂടെയാണ് നീഡിൽ ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ. ഇനി നമുക്ക് ഇവിടുന്ന് നീഡിലെടുക്കാം. എന്നിട്ട് ഈ നമ്മുടെ പ്രീവിയസ് ആയിട്ട് തയ്ച്ചിട്ടുള്ള 2 സ്റ്റിച്ചില്ലേ, അതിൻ്റെ അടിയിലൂടെ വേണം നമുക്ക് നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹെവി ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ എപ്പോൾ നമ്മൾ നീഡിൽ ഇട്ട് കൊടുക്കുമ്പോഴും പ്രീവിയസ് 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ വേണം ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ ഇവിടെ നല്ല ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത്. ഇതിന് മുമ്പിൽ നമ്മൾ തയ്ച്ച സ്റ്റിച്ചില്ലേ, അതിൻ്റെ അടിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. കണ്ടോ, ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹെവി ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നത്. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ബോർഡറായിട്ടും അതുപോലെ നമ്മൾ ഫ്ലവറൊക്കെ തയ്ക്കുവാണെങ്കിൽ അതിൻ്റെ തണ്ടിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് കാണിച്ച ഈ ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.